ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരകടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ജനന നിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും 5-അംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്. मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है. एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं. और इसलिए एक हाई पावर्ड डेमोग्राफी मिशन शुरू करने का निर्णय किया है. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവേലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി K. നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ-ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17ാമത് വിദേശകാര്യ മന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. Where trade and investment is concerned, we've been holding discussions to move from the EFTA ECTA to the CECA. On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion on critical minerals as well.
പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസ് അധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവരവിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാങ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി പള്ളുരുത്തി. തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും, കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയെറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. IPL 1ാം ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. RCB ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും.
കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.